വെൽക്കം ടു ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ് എയർപോർട്ടിലാണ് കേട്ടോ. നമ്മള് ഋഷികേശ് ഹൈവേയിൽ എത്തിയിട്ടുണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഡെറാഡൂൺ, മസൂരി, ഇങ്ങോട്ട് ലെറ്റ്സ് ഗോ. Find the real me. So let's go. Seize the feeling. 'Cause you know it's time for the meaning. Now we show we're coming to win it. It's me, it's me, it's me, it's real me. 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 ഋഷികേശിൽ നമ്മൾ റൂം അന്വേഷിച്ച് കുറച്ച് നടന്നു. എന്നിരുന്നാലും ഒരു റൂം കിട്ടി. 1200 രൂപയാണ് റേറ്റ്. 1500 ആയിരുന്നു. നമ്മൾ കുറച്ച് സംസാരിച്ച് 1200 രൂപയ്ക്കായി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ്. നല്ല ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഋഷികേശിൽ ഗംഗാരതി നടക്കുന്ന മൊത്തം 3 ഘാട്ടുകളാണ്. അതിനകത്ത് പ്രധാനപ്പെട്ട ഘാട്ടാണ് ത്രിവേണി ഘാട്ട് എന്ന് പറയുന്നത്. അതിന്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധാരാളം സന്യാസിമാരൊക്കെ അവിടെ എവിടെയൊക്കെ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം കുറച്ച് ആളുകളുണ്ട്. പുറത്തുനിന്നൊക്കെ ആളുകൾ വന്നിട്ട് സമാധാനത്തോടെ ഇരിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ ഗംഗാരതിയുടെ സമയം എന്ന് പറയുന്നത് 6:30 മുതൽ 7:30 വരെയുള്ള 1 മണിക്കൂറിന്റെ ഗ്യാപ്പിലാണ് ഗംഗാരതി നടക്കുന്നത്. ഋഷികേശിൽ ഇവിടെ ഗംഗയുടെ തീരത്തും ആളുകൾ ടെന്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു 4% ആണ്, ഒരു ടീമായിട്ട് അടിച്ചതെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ടെന്റ് അടിക്കുന്നതിനും യാതൊരുവിധ കുഴപ്പമില്ല. അപ്പോൾ ആൾക്കാരൊക്കെ ടെന്റൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ടെന്റ് അടിക്കാനും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ തിരിച്ച് റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരാളെ കണ്ടു കേട്ടോ. ഒരു ഗുജറാത്തുകാരനാണ് ആള്. ഓൾ ഇന്ത്യ ടൂർ അടിക്കുകയാണ് സൈക്കിളിലൊക്കെ ഇന്ത്യ കറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേകതരം ഫീലാണ്. അതിൻ്റെ ഒരു പ്രത്യേക എന്തൂസിയാസം തന്നെ വേണം, എന്നാൽ മാത്രമേ നമുക്കൊക്കെ അത് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ്ലി അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ പേര് ദേവ് എന്നാണ്. അപ്പോൾ ബദ്രീനാഥ് കേദാർനാഥ് റൂട്ടിനൊക്കെ പോകാനുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഋഷികേശ് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ട് ഒരു കൗണ്ടർ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് ടോക്കൺ വാങ്ങിക്കണം. എന്നിട്ടത് ബസ്സിൽ കൊണ്ട് കാണിച്ചാലാണ് മാത്രമേ നമുക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് ഒരാൾക്ക് 620 രൂപയാണ് ഋഷികേശിൽ നിന്നും ബദ്രീനാഥ് വരെ ആയിട്ടുള്ളത്. രാവിലെ 5 മണി മുതലാണ് അവിടുന്ന് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഋഷികേശിൽ നിന്ന് സോൺപ്രയാഗ്, ബദ്രീനാഥ്, കേദാർനാഥ് റൂട്ടിനൊക്കെ. ഞങ്ങൾക്കൊരു 6:30 ആയപ്പോഴത്തേക്ക് ഒരു ബസ് കിട്ടി. ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരു ചായ മാത്രം കുടിച്ചിട്ട് ബസ്സിൽ കയറി.
ചാർധാം യാത്രകൾ പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഉത്തരാഖണ്ഡ് ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ കയറി പ്രീ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഡിലേ ആവാനുള്ള സാധ്യതകളുണ്ട്. കേദാർനാഥ്, ബദ്രിനാഥ്, യമുനോത്രി, ഗംഗോത്രി ഇതുപോലുള്ള ഡാമുകൾ സന്ദർശിക്കണമെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ കമ്പൾസറിയാണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മണിക്കൂറത്തെ യാത്രയ്ക്ക് ഒരു സമാപനം എന്ന പോലെ ബദ്രിനാഥ് ബസ് സ്റ്റോപ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 5:30-6 മണി സമയമായിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ഒരു ലേക്കാണ് കേട്ടോ. നാളെ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വരുന്നതായിരിക്കും. ഒരു 6 മാസം മാത്രമേ ബദ്രിനാഥ് ക്ഷേത്രം തുറക്കുള്ളൂ. അതുകൊണ്ട് ഇത് കംപ്ലീറ്റ്ലി ഫ്രോസൺ ആയിരിക്കുന്ന ഒരു ലേക്കായിരിക്കും. ഉത്തരാഖണ്ഡ് സീരീസ് ആയിട്ട് വരും ദിവസങ്ങളിൽ നമ്മുടെ അഡ്വഞ്ചർ സഞ്ചാരി എന്ന് പറയുന്ന ഈ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇനി നാളെ മുതൽ വരാൻ പോകുന്നത്. ഇത് വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ബദ്രിനാഥ് എത്തിച്ചേരാമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു കൊച്ചു വീഡിയോ ആണിത്.